മതിച്ചേട്ടോ. ആ നമസ്കാരം. 2015 മാത്യു അച്ചാടൻ എന്ന ചാലക്കുടിക്കാരൻ നാട്ടുകാരുടെയും അഭ്യുദയകാംക്ഷകളുടെയും ഒക്കെ സ്നേഹത്തണലിൽ തിരികെ ജീവിതത്തിലേക്ക് നടന്നു തുടങ്ങിയത്. ഡോക്ടർ പറഞ്ഞത് ഹൃദയം മാറ്റി വെക്കണമെന്ന്. പക്ഷെ അത് നമുക്ക് സാമ്പത്തികമായിട്ടും അതിന്റെ തയ്യാറെടുപ്പല്ല. നമുക്കിത് സാമ്പത്തികം നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള പറഞ്ഞു. പിന്നീടാണ് നമ്മുടെ നാട്ടുകാര്, പഞ്ചായത്ത് മെമ്പർ, പിന്നെ ഇവിടെ ഷിബു മാഷ്, വൈദികർ, പിന്നെ ചാലക്കുടി MLA, അവരുടെ സാന്നിധ്യത്തിലൊരു സഹായ ഫണ്ട്, അതായത് ഇവിടെ നിന്ന് നമ്മുടെ നാട്ടുകാരിൽ നിന്നും പലരിൽ നിന്നും പിരിച്ച് നമുക്ക് പ്രതീക്ഷയെക്കാളും കൂടുതൽ പൈസ കിട്ടുകയും ചെയ്തു. പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ. അതെ അതെ അതെ. മാധ്യമങ്ങളൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു, എല്ലാ മാധ്യമങ്ങളും. അതായത് എല്ലാവരും ഒത്തൊരുമയോടെ. അതൊരു ഭാഗ്യമാണ്. കുട്ടികളുടെ ഭാഗ്യമാവാം, എൻ്റെ ഭാഗ്യമാവാം. എത്ര ദിവസം കൊണ്ടാണ് ഈ പൈസ എല്ലാം നമുക്ക് സ്വരുക്കൂട്ടാൻ പറ്റിയത്? ഒരു 18 ലക്ഷം രൂപയുടെ അടുത്ത് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഹാർട്ട് നമുക്ക് കിട്ടുന്ന സമയത്ത് അവിടെ ചെന്നപ്പോഴാണ് ഹെലികോപ്റ്ററിന്റെ പൈസ അടക്കി, നേവിയുടെ 6.5 ലക്ഷം അടക്കണം എന്ന് പറഞ്ഞപ്പോ നമ്മള് പൈസ ഇല്ല, നമ്മളങ്ങനെ കരുതിയില്ല. എന്നിട്ട് അപ്പൊ അവിടുന്ന് ഞങ്ങളൊരു ഫാമിലി ഫ്രണ്ട് ഇവിടെ എറണാകുളത്തുണ്ടായിരുന്നു. 3 ലക്ഷം രൂപ സംഘടിപ്പിക്കാൻ പറ്റുമെന്ന് വെച്ചു. അപ്പൊ പിന്നെ ആള് അപ്പോഴേക്കും ഭയങ്കര ന്യൂസ് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. ആള് പെട്ടെന്ന് ഒരു 15 മിനിറ്റ് കൊണ്ട് പൈസ കിട്ടി. ഈ ഹെലികോപ്റ്ററിന്റെ പൈസ ആദ്യം നിങ്ങൾ അടച്ചു, പിന്നീട് മറ്റാരോ? പിന്നെ ഇറാൻ ഗ്രൂപ്പ് മേധാവി ആ പൈസ തന്നു. പിന്നെ ആ പൈസ സർക്കാരിൽ നിന്ന് തന്നു. ഇപ്പോഴും ആ പൈസ കൊണ്ട് തന്നെയാണ് ഇപ്പോഴും നമ്മൾ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യുന്നത്. മാധവചേട്ടൻ ആശുപത്രിയിൽ ഇറങ്ങി കഴിഞ്ഞാണല്ലോ ഈ കാര്യങ്ങളൊക്കെ ഇത്രയും നടന്നൊക്കെ പലതും അറിയാം. അത് ഇങ്ങനെയൊക്കെ സംഭവിച്ചു നമുക്ക് അതിശയം. അപ്പൊ ഒരു കാര്യം വ്യക്തമായില്ലേ, ഈ ലോകം തീർച്ചയായിട്ടും നന്മ നിറഞ്ഞ അറിയുന്നവരും അറിയില്ല. നമുക്ക് ഒരു പരിചയമില്ലാത്തവര് പോലും നമ്മൾ വിളിച്ച് ആശ്വസിപ്പിക്കുന്നു. ഞങ്ങള് സാമ്പത്തികം സഹായിക്കട്ടോ, നിങ്ങളൊന്നുകൂടി പേടിക്കണ്ട. ഒരു വീടുകളിൽ നിന്ന് പോലും 100 രൂപയെങ്കിലും തരാത്ത ഒരു വീടും പരിഹാരം പഞ്ചായത്തിലില്ല. അതുപോലെ തന്നെ ചാലക്കുടി അവൻ ഓട്ടോറിക്ഷ ഓടിച്ചേർന്ന സ്റ്റാൻഡുകളിലായാലും കടകളിൽ നിന്നായാലും നല്ല ഒരു പ്രതികരണമായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയത്. അങ്ങനെ ഒരുപാട് പേരുടെ സ്നേഹത്തിൽ മാത്യുവിന്റെ യാത്ര തുടരുന്നു. നിഖിൽ ജോസഫിനൊപ്പം പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.